ഒരു അസുഖത്തിന് നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് ആ ഒരു അസുഖത്തിൻ്റെ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ എന്താണെന്ന് വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ആഹാരമായിക്കോട്ടെ, ഔഷധമായിക്കോട്ടെ, വിശ്രമമായിക്കോട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വളരെ ഏർലി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെറിയ ആഹാര നിയന്ത്രണവും വളരെ ചെറിയ മരുന്നുകളും മാത്രം കൊടുത്താൽ മതി, അത് അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വയറിളക്കിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ OP ലെവലിൽ തന്നെ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറ്റാനായിട്ടൊരു ഫിക്സഡ് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഉണ്ടാക്കിയിരിക്കുന്ന 7 തരത്തിലുള്ള സെല്ലുകളെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസത്തെയും ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ കിഴി പോലെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ലെവലിലേക്കാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇതിനൊന്നും ഇപ്പം നമുക്ക് കാണുന്ന രീതിയിൽ മെഷർ ചെയ്യാനൊന്നും ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല, പക്ഷേ ശാസ്ത്രം നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ക്ലെൻസിങ്ങിന് വേണമെങ്കിൽ നമ്മൾ നോക്കുക, ഒരു സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റിനകത്ത്. അതല്ല ഇപ്പം നമ്മൾ സ്നേഹപാനം പോലെയാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ചില സ്റ്റേജ് പറയുന്നുണ്ട്. ഒരു സ്നേഹപാനത്തിന് വേണ്ട ഒരാളെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് മറ്റേ സ്നേഹപാനം ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്, നെയ്യായാലും എണ്ണയായാലും നമ്മൾ കൂടിയ അളവിൽ കൊടുക്കാൻ പാടില്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരാൾക്ക് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ അയാൾ അതിന് ഫിറ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അതിനൊരു കൃത്യ ദിവസവും ഇല്ല. ആളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ദഹനത്തിനനുസരിച്ച് ഒരു സ്റ്റേജ് വരെയാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഫിക്സഡ് ഡേറ്റ് ഉണ്ട്. അത് പിന്നീട് ഓരോന്ന് ചെയ്യേണ്ടത് എന്താണ്, ഛർദ്ദിപ്പിക്കുകയാണെങ്കിൽ എത്ര ദിവസമാണ് കഴിഞ്ഞിട്ടാണ് വേണ്ടത്, അത് വയറിളക്കുകയാണെങ്കിൽ എത്ര ദിവസമാണ് വേണ്ടത്, അത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മൾ കാര്യമായിട്ടുള്ളൊരു അസുഖത്തിനാണ് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആ ഒരു റെക്കമെൻഡേഷൻസിൽ തന്നെ വേണം നമ്മളത് തീർക്കാനായിട്ട്. പിന്നെ പലപ്പോഴും ഇന്നിപ്പം മഴ തുടങ്ങി, എന്നാൽ ഒരു ഡീടോക്സിഫിക്കേഷൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് 4 ദിവസം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. അവിടെ ഡീടോക്സിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല, അവിടെ നമുക്കൊരു സുഖം കിട്ടുന്നു, ഒഴിയുമ്പോഴൊരു സുഖമുണ്ട്, ഇതൊരു ജനറൽ ഹെൽത്ത് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്കൊന്ന് വയറിളക്കാം. കാരണം ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടൊന്ന് വയറിളക്കി അത് കുറച്ചും കൂടി എഫക്റ്റീവാണ്. അതല്ലാതെ ഒരു 3 ദിവസം ഒഴിഞ്ഞ് ഒരു 2 ദിവസം ധാര ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിനകത്ത് കാര്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതിലൊക്കെ ഭേദം നമ്മൾ ഒരു ഡോക്ടറുമായിട്ട് കണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിൽ ചെറിയതായിട്ടുള്ള ചികിത്സകൾ എന്തെങ്കിലും ചെയ്തു പോകുന്നതാണ് നല്ലത്. കാര്യപ്പെട്ട ചികിത്സകൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് സജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ചിട്ടയ്ക്ക് തന്നെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നന്നാവുക.